ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ സംസ്ഥാന ജനറൽ ബോഡി യോഗം എറണാകുളത്ത് ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് പ്രേംസൻ കായംകുളം അധ്യക്ഷനായി. ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ സംസ്ഥാന ജനറൽ ബോഡി യോഗം എറണാകുളം അധ്യാപക ഭവനിൽ നടന്നു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രേംസൻ കായംകുളം അധ്യക്ഷത വഹിച്ചു. കോർ മെമ്പർ റഷീദ് പുതുകുളങ്ങര യോഗം ഉദ്ഘാടനം ചെയ്തു. അതിനകത്ത് വരുന്ന ചെറിയ അസ്വാരസ്യം എന്തായാലും ഉണ്ടാവുന്ന നമുക്കറിയാം. മലയാളികളാണ്, ആദ്യത്തെ സംഘടന ഉണ്ടാക്കുന്ന ബന്ധമുള്ള മലയാളികൾ തന്നെയാണ്. ഇവിടെ നമ്മള് ചെയ്യേണ്ടത് നമ്മളെ വിശ്വസിച്ച് വന്ന മെമ്പർഷിപ്പ് എടുത്ത മെമ്പർമാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് GKP എന്നുള്ള തുലാസിനകത്ത് ഏറ്റവും മൂല്യം ഉള്ള കാര്യം. അതിലോട്ട് ആര് ഏത് ജില്ലയാണോ, ആര് പ്രസിഡന്റാണോ എന്നുള്ളതിലോട്ട് പോവാതെ നമ്മൾ ഏറ്റെടുത്ത കാര്യം നമ്മളെ വിശ്വസിച്ച് 100 രൂപയോ 500 രൂപയോ മുടക്കി മെമ്പർഷിപ്പ് എടുത്ത ഒരു പ്രവാസിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലോട്ട് നമ്മുടെ ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല എന്ന് ലാസ്റ്റ് ജനറൽ ബോഡിക്ക് ശേഷം ബോധ്യപ്പെടുകയും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പോക്ക് സംഘടനാപരമായിട്ട് അല്ല എന്നും അതിനൊരു പരിഹാര മാർഗം വേണം എന്നും സംഘടനാപരമായി അതിനൊരു പരിഹാര മാർഗത്തിന്റെ വേദി ഒരു ജനറൽ ബോഡി ആണ് എന്നും എല്ലാവരുമായിട്ട് ഡിസ്കഷൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ 16-ാം തീയതി ഇവിടെ കൂടിയിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ പ്രവാസികളെ രേഖകളില്ലാത്തതിന്റെ പേരിൽ മാനവിക രഹിതമായി തിരിച്ചയച്ച സംഭവത്തെ യോഗം ശക്തമായി അപലപിച്ചു. പ്രവാസി ക്ഷേമനിധി വിനിയോഗം പ്രവാസികളിൽ നിന്നും വർഷങ്ങളായി എമിഗ്രേഷൻ ഫീസായി ശേഖരിച്ച ഫണ്ട് പ്രവാസി ക്ഷേമത്തിനായി വിനിയോഗിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നിരവധി ആവശ്യങ്ങളും യോഗം ഉന്നയിച്ചു. പുതിയ സംസ്ഥാന ഭാരവാഹികളായി പ്രേംസൻ കായംകുളത്തെ പ്രസിഡന്റായും TC അബ്ദുസമദ് മാമ്പാടിനെ ജനറൽ സെക്രട്ടറിയായും അനിൽകുമാർ തിരുവനന്തപുരത്തിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. CDNet ന്യൂസ്, കായംകുളം.